ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, ഞങ്ങളുടെ വീട്ടിലെ ഒരു സൺഡേ ആണ് കേട്ടോ, പയ്യനുമില്ല. അപ്പം ഇവിടെ അച്ഛനും അമ്മയും ആകെ വീട്ടിലുണ്ടാവുക സൺഡേ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളൊരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു, പിന്നെ ഞാൻ വന്നതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ സൺഡേയും അച്ഛൻ എന്തെങ്കിലും തിരക്കുണ്ടാവും കേട്ടോ. അപ്പം അച്ഛന് കിട്ടാറില്ല എന്നാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാൻ. കുക്കർ നോക്കുന്നുണ്ട്. കുക്കറിൽ അമ്മ എന്തോ പരിപാടി ഉണ്ട്. പിന്നെ രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സമയം 9:30. ഞാനും കണ്ണും ജസ്റ്റ് എഴുന്നേറ്റതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കുന്നുണ്ടായിരുന്നു, എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഇപ്പം സമയം 9:30. പിന്നെ ഇന്ന് എല്ലാവരും ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ്. അമ്മയും അച്ഛനും അവരും 8 മണി എന്തോ ആകുമ്പോൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു. നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ കണ്ണു അമ്മമ്മയോട് പോയിട്ട് പശ വെച്ചിട്ട് പറ. അല്ല, തലക്കേക്കല്ല, മോൻ കഴിയില്ല. അച്ഛൻ കൈ കഴിച്ചു മുന്നിട്ട് അച്ഛന് മോൻ കഴിയിട്ട് മറന്നുപോയി. സോറി മുന്നിട്ട് അങ്ങനെ കഴിച്ചു. ഞാൻ സ്റ്റൗവിൻ്റെ മുകളിൽ ചായ വെച്ചിട്ട് ഞാൻ വേറെ വഴിക്ക് പോയിട്ടോ. എൻ്റെ ചായ ഒരുമാതിരി സ്ട്രോങ് ആയി. ഇനി ഇത് വീണ്ടും പാലൊഴിച്ച് ഞാനിതിനെ തിളപ്പിക്കുകയാണ്. അപ്പം ഞാനിന്ന് വീഡിയോ എടുക്കുന്നുണ്ടേ. സൺഡേ വ്ളോഗ്. നിങ്ങളുടെ വീഡിയോയിൽ വരില്ല? നിങ്ങളുടെ വീഡിയോയിൽ വരില്ല? ഞാൻ മുറിച്ചിടമാ മമ്മി. കണ്ണു മണ്ണ് കളിക്കുന്നേ. ഞാനും കണ്ണും നല്ലൊരു കുടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. കണ്ണു റൂമിനകത്താ ഊഞ്ഞാലാടുന്നു. ഇല്ല, മുട്ടില്ല. ഇവിടെ പുറത്ത് ഊഞ്ഞാൽ വെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കെട്ടിക്കൊടുത്തു. ഇന്നിപ്പം അമ്മ വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് പാചകമൊക്കെ അമ്മേൻ്റെ ആണ്. ഞാൻ മുറിച്ചു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അമ്മ ഇന്ന് എന്താ ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടില്ല, 12:30 ആയതേ ഉള്ളൂ. നമ്മൾ അമ്മയുടെ വീട്ടിൽ പോവാണ്. അവിടെ അമ്മയുടെ അച്ഛനും അമ്മയുടെ ബ്രദറും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അവർക്ക് ഫുഡും കൊണ്ട് പോവാണ്. അത് ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ അവർക്ക് ഫുഡ് കൊടുത്ത് വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ. അച്ഛൻ പിന്നെ ഒരു കല്യാണ നിശ്ചയത്തിന് പോയി, അതുകൊണ്ട് അച്ഛനും വീട്ടിലില്ല. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മളൊരു 2-2:30 ആകുമ്പോഴേക്കേ ഫുഡ് കഴിക്കുള്ളൂ. നമ്മളിപ്പം അങ്ങോട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത്. ഇന്ന് അമ്മ ഉണക്കമീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നരമ്പൻ, നമ്മുടെ നാട്ടിൽ നരമ്പൻ എന്ന് പറയും. എനിക്കൊന്ന് പീച്ചിങ് എന്നൊക്കെ പറയുന്ന ആ സംഭവമാണ്. ഇനി ഇത് സാമ്പാർ ആയിരിക്കും. കുളിച്ചാലും ഭയങ്കര ചൂടാണ് കേട്ടോ. ഞാനിവിടെ അമ്മാച്ചൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കാന്താരി മുളകൊക്കെ പറിച്ചു. പിന്നെ ഇവിടെ കുറച്ച് ചെറിയ പച്ചക്കറിയൊക്കെ ഉണ്ട്. വെണ്ടയ്ക്കുണ്ട്, കറിവേപ്പില, പിന്നെ ഈ മാങ്ങയുണ്ട് കേട്ടോ. ഈ മാവ് പച്ചമാങ്ങ ഭയങ്കര പുളിയാണ്, പക്ഷെ പഴുത്താൽ നല്ല മധുരമാണ് പറഞ്ഞു. അങ്ങനെ കുറച്ച് മാങ്ങയും കിട്ടിയിട്ടുണ്ട്. അവിടെ വേറൊരു മാവുണ്ട്, അമ്മ അവിടെയും പോയിട്ട് പറിച്ചു. അപ്പം നമ്മൾ ഇനി ഇവിടെ ഇതൊക്കെ എടുത്തിട്ട് പോകാൻ പോവാണ്. പിന്നെ കുറച്ച് ഉപ്പിലിട്ട മാങ്ങ എടുത്തു. അങ്ങനെ നമ്മൾ സാധനം എടുത്തിട്ട് ഇറങ്ങി. വണ്ടി ഇവിടെയുണ്ട്. ദിവസം മുന്നേ ഒരു ദിവസം ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടോ. പക്ഷെ എനിക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സിനിമ കാണാനേ. സമയം 5 മണി. നമ്മൾ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ അച്ഛൻ റീസെൻ്റായിട്ട് വാങ്ങിച്ചൊരു സ്ഥലമുണ്ട്, അവിടെ പോകണം. പിന്നെ കുറച്ച് അമ്പലം വിസിറ്റ്. ഈ വീട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് വണ്ടി വയ്ക്കാനുള്ള സ്ഥലം. ഗേറ്റ് ബാക്ക് സൈഡിലാണ്. ഫ്രണ്ട് സൈഡിലൂടെ നമുക്ക് നടന്നിട്ട് പോകാനൊരു ചെറിയ വഴിയുണ്ട്, അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ്. ഇവിടെ കുറേ മാവൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പേരയുണ്ട്.
അവിടെ ഒരു ചാമ്പയുണ്ട്. അമ്മ വരുന്നുണ്ട്. ഞാനിവിടെ കൊതുകടിയും കൊണ്ട് നിൽക്കുന്നു. അമ്മ തേങ്ങ വീണിട്ടുണ്ടോ നോക്കുന്നുണ്ട്. അമ്മനെ കാണുന്നുണ്ടോ എന്തോ. ഇതാണ് കേട്ടോ ആ സ്ഥലം. ഇതിപ്പോൾ ഉള്ളത് കുഞ്ഞിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണേ നമ്മളുള്ളത്. ചിക്കൻ്റെ കാല് എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ ചെറുകുന്ന് അമ്പലത്തിലെത്തി. ഇത് അന്നപൂർണേശ്വരി ടെമ്പിളാണ്. ഞാൻ ഫസ്റ്റ് ടൈം വരികയാണ്. അമ്മ മുന്നേ വന്നിട്ടുണ്ട് പറഞ്ഞു. അമ്മ വഴിപാട് കൗണ്ടറിലേക്ക് പോവാണ്. ചിക്കൻ ഫ്രൈ കഴിച്ച കൺമണി ചിക്കൻ ഫ്രൈ കഴിച്ചതുകൊണ്ട് കൺമണി അമ്പലത്തിൽ വന്നില്ല. അതുകൊണ്ടല്ല, കൺമണി കളിക്കായിരുന്നു പുറത്തുനിന്ന്. കൺമണിക്ക് കളിക്കാനാണ് ഇഷ്ടം. നമ്മൾ വന്നത് നല്ല സമയമായിരുന്നു കേട്ടോ. ദീപാരാധനയുടെ സമയത്താണ് വന്നത്. അപ്പം നമുക്ക് കുറേ നന്നായിട്ട് കാണാനൊക്കെ പറ്റി. പിന്നെ നാളെ സ്കൂളൊക്കെ തുറക്കുന്നതുകൊണ്ട് അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞായറാഴ്ചയായിട്ടും. അപ്പം നന്നായിട്ട് അമ്പലം കണ്ടു, ദർശനം കഴിഞ്ഞു. ഞാൻ ആ ചെറിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ചെറിയ നല്ല ഭംഗിയായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടുന്ന് വൈകുന്നേരമൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. കുറേ ആ സൈഡ് മൊത്തം ആൾക്കാർ വണ്ടിയൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് സംസാരിക്കാനും. ചെറിയ രീതിയിലൊക്കെ എല്ലാവർക്കും വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഇവിടുന്ന് ഇത്രയും അടുത്ത അമ്പലം കാണാൻ പറ്റും. അതാ അവിടെ അമ്പലം. അവർ 3 ആളും വരുന്നുണ്ട്. എനിക്കിങ്ങനെ വന്നപ്പം ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിയിട്ടോ. കാരണം എനിക്ക് നമ്മുടെ നാട്ടിലെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഈ ബിരിയാണി വേറെ എവിടെയും കിട്ടാനില്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പെൻറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ വന്നു. അപ്പം എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. അപ്പം ഇവിടെ അധികം തിരക്ക് കണ്ടില്ല. അപ്പം നമ്മളൊരു ബിരിയാണിക്ക് ഓർഡർ കൊടുത്തിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കണ്ണുനെ പുറത്ത് കൊണ്ടുവന്നിട്ടില്ല. കണ്ണുന് അവിടെ കളിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ പുറത്തേക്ക് പിന്നെ അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ അവൾ വരില്ല. അതുകൊണ്ട് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാനിവിടെ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ബിരിയാണി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിട്ട് നമ്മളൊരു ചായ പറഞ്ഞു. അതിന് ചായക്ക് വെയിറ്റ് ചെയ്യാണ് ഇവിടെ. നല്ല മഴയുള്ള സമയത്ത് ചായ കുടിക്കാൻ നല്ല ഭംഗിയല്ലേ. ഞാൻ ആദ്യം കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മഴയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് ചായയാന്ന് തോന്നുന്നു. അപ്പം നല്ലൊരു ചായ പറഞ്ഞിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട്. കണ്ണിന് ഇഷ്ടമായോ? കണ്ണും ഞാനും ആക്രാന്തത്തോട്ട് ബിരിയാണി കഴിക്കാൻ പോവാ. എന്താ എരിയുന്നുണ്ടാ? സ്പൈസി ചിക്കൻ എരിയുന്നുണ്ടാ? ഓ, എന്നാൽ അമ്മ എടുക്കട്ടെ. ചിക്കൻ വേണ്ട? ഓക്കെ. റായ്ത്തിയും അച്ചാറില്ലാണ്ട് എന്ത് ബിരിയാണിയില്ലേ. അപ്പോൾ അതുകൂടെ എടുത്തു. ഇനി നമുക്കിതിങ്ങനെ കഴിക്കാം. ഈ ബിരിയാണി ഉണ്ടല്ലോ, എനിക്കുണ്ടല്ലോ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബിരിയാണി ഭയങ്കര ഫേവറേറ്റ് ആണ്. ഒരു ബിരിയാണി ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു. കൺമണി കഴിച്ചിട്ടില്ല കേട്ടോ. കൺമണിക്ക് എല്ലാത്തിനോടും ഒരു ആഗ്രഹം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് അവൾ കഴിപ്പൊക്കെ കുറവാണ്, പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ. അവൾക്ക് ചോറും തൈരും മാത്രമേ വേണ്ടൂ. ബിരിയാണി പറഞ്ഞപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ബിരിയാണി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് നമ്മുടെ നാട്ടിലെ തലശ്ശേരി ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഒരു മലയോര പ്രദേശത്താണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ പയ്യന്നൂർക്ക് ഷിഫ്റ്റ് ആയപ്പം
എന്നും പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ്. അപ്പം ഈ അതായത് പയ്യന്നൂരിൽ പെരുമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫുഡ് പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പം ഞാനപ്പോൾ ചെറുതാണ്, ഞാനൊരു 5th 6th പഠിക്കുമ്പോൾ അവിടെയാണ് ഫസ്റ്റ് ഞാൻ ബിരിയാണി കഴിക്കുന്നത്. അപ്പോൾ അന്നത്രയും ചെറുതായിട്ട് പോലും ഒരു ഫുൾ ബിരിയാണിയൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. എനിക്കൊന്ന് ഫുൾ ബിരിയാണിയോ അപ്പോഴൊക്കെ ഹാഫ് ബിരിയാണിയൊക്കെ കിട്ടും തോന്നേ. അപ്പം ഞാൻ ഒരു ഹാഫ് ബിരിയാണിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അത് പിന്നെ എനിക്ക് ശീലമായിട്ടോ. ഞാൻ 10th ക്ലാസ് വരെ അല്ലെങ്കിൽ +1 +2 ഒക്കെ പഠിക്കുമ്പോഴും ബിരിയാണി നിർബന്ധമാണ്. ഞാനും അച്ഛനമ്മയും ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകും, സിനിമ കാണും, ബിരിയാണി കഴിക്കും. ഇത് ഞങ്ങളുടെ ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഞങ്ങളുടെ ഒരു സ്ഥിരം പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ട്യൂഷന് ചേർന്നു കേട്ടോ. +2 പഠിക്കുമ്പോൾ ട്യൂഷന് ചേർന്ന് എനിക്ക് എല്ലാ സൺഡേയും ട്യൂഷൻ ഉണ്ടായിരുന്നു. സാധാരണ ട്യൂഷൻ എല്ലാ കുട്ടികളും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഫുഡൊക്കെ കൊണ്ടുവരും. ആൺകുട്ടികൾ മാത്രമേ പുറത്ത് പോയി കഴിക്കുള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഹോട്ടൽ ഫുഡ് പാലസിൻ്റെ അടുത്തായിരുന്നു എൻ്റെ ട്യൂഷൻ സെൻറ്റർ. എനിക്ക് എല്ലാ ഞായറാഴ്ചയും എനിക്ക് ബിരിയാണി കഴിക്കാൻ പൈസ തരുമായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം ഞാനും ട്യൂഷന് പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബിരിയാണി കഴിക്കാൻ പോകും. ബിരിയാണി കഴിച്ചിട്ട് ഞാൻ വന്നിട്ട് വീണ്ടും ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാറായിരുന്നു ഞാൻ സാധാരണ. അപ്പോൾ അതെൻ്റെ ഒരു ചെറിയ ബിരിയാണി എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും ആ ഫുഡ് പാലസ് ഹോട്ടലൊക്കെ അവിടുന്ന് പോയി. അതൊക്കെ അവരവിടുന്ന് പോയി തോന്നുന്നു, അതിപ്പോൾ ഇല്ല ഹോട്ടൽ. അതിനുശേഷം എനിക്ക് പയ്യന്നൂർ അത്ര നല്ല ബിരിയാണി ഒന്നും കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ ബിരിയാണി കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ ഹോട്ടലിലും ബിരിയാണി തിന്നാനാണ് ഞാൻ മെയിനായിട്ട് പോവുക. ഒന്നുകിൽ മസാല ദോശ അല്ലെങ്കിൽ ബിരിയാണി. ഇത് രണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. എനിക്ക് ഈ പൊറോട്ടയും ചിക്കനും അങ്ങനത്തെ സംഭവത്തോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം അതായിരുന്നു എൻ്റെ ഒരു ബിരിയാണി സ്റ്റോറി. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം, അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പം സമയം ഒരു 8:30 ഇനിയിപ്പം ഒന്നുമില്ല പരിപാടി. ഇനിയിപ്പം അവരൊക്കെ ഫുഡ് കഴിക്കും. അച്ഛനും അമ്മയും, അച്ഛന് ഇൻസുലിൻ എടുക്കണം, അതുകൊണ്ട് തന്നെ അച്ഛൻ പുറത്തൊന്നും കഴിക്കാത്ത ഇവിടെ വന്നിട്ട് ഇൻസുലിൻ എടുത്തിട്ട് ഫുഡ് കഴിക്കുകയുള്ളൂ. അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ തീരാൻ പോവാണ്. ഒരു 9:30 ആകുമ്പോഴേക്കും നമ്മളിവിടെ കിടന്നുറങ്ങും കേട്ടോ. മാക്സിമം 10 മണി, അതിൽ വൈകാറില്ല. താവണഗിരിയൊക്കെ ആകുമ്പോൾ 12 മണിയൊക്കെ നമ്മൾ സിനിമയും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഇവിടെ ഇവർ വേഗം ഉറങ്ങും. 9:30-10 മണിയാകുമ്പോഴേക്കൊക്കെ ഇവരെല്ലാവരും ഫ്ലാറ്റാവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ ബൈ.